മൂന്നാം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. രാഹുലിനെ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് പുലർച്ചെ 5:40 രാഹുലുമായി പോലീസ് സംഘം പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് തിരുവല്ലയിലേക്ക് പുറപ്പെട്ടത്. ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു പരിശോധന. ഏകദേശം 15 മിനിറ്റ് നീണ്ട നടപടികൾക്ക് ശേഷം പോലീസ് സംഘം രാഹുലുമായി പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് മടങ്ങി. നേരത്തെ അടൂരിലെ രാഹുലിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് നടപ്പായില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് രാഹുൽ പ്രതികരിച്ചില്ല. ഹോട്ടലിലേക്ക് എത്തുമ്പോൾ പുഞ്ചിരിയോടെയായിരുന്നു രാഹുലിന്റെ മുഖം. എന്നാൽ മടങ്ങുമ്പോൾ മുഖഭാവത്തിൽ വ്യക്തമായ മാറ്റം കണ്ടു. ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ച പോലീസ് സംഭവ ദിവസം 408 നമ്പർ മുറി അതിജീവതയുടെ പേരിലാണെന്ന് സ്ഥിരീകരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ആളായി രാഹുൽ BR എന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ പേരെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം ഹോട്ടലിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായില്ല. 21 മാസം പിന്നിട്ടതിനാൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് ഹോട്ടൽ അധികൃതർ അറിയിച്ചത്. എന്നിരുന്നാലും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഹാർഡ് ഡിസ്ക് പോലീസ് പിടിച്ചെടുത്തു. തെളിവെടുപ്പിനിടെ ഹോട്ടലും മുറിയും തിരിച്ചറിഞ്ഞ രാഹുൽ 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 1:45 ഹോട്ടലിലെത്തി യുവതിയുമായി ഏകദേശം 1 മണിക്കൂർ ചിലവഴിച്ചതായി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. എന്നാൽ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകാതെ മൗനം പാലിച്ചു. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്ന അതിജീവതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഹോട്ടലിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിരുന്നു. രാഹുലിനെ എത്തിക്കുമെന്നറിഞ്ഞ സ്ഥലത്തേക്ക് ആളുകളും എത്തിയിരുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി രാഹുലിനെ പാലക്കാട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും. ചൊവ്വാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിലെ 3 ദിവസത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിടാൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജാമ്യഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷയ്ക്ക് മുമ്പ് ജാമ്യഹർജി പരിഗണിക്കണമെന്നതും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴിയാണ് രേഖപ്പെടുത്തിയതെന്നും 3 ദിവസത്തിനകം ഒപ്പിടണമെന്ന നിയമവ്യവസ്ഥ പാലിച്ചില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി.